ഫാത്തിമ റളിയല്ലാഹു അൻഹാന്റെ മയ്യത്ത് കുളിപ്പിച്ചിട്ട് നിസ്കരിച്ചിട്ട് ആരാണ് ഫാത്തിമ? ആരാണ് ഫാത്തിമ? ലോകം കണ്ട നല്ലവളല്ലേ, മുത്തുനബി തങ്ങളെ മുത്തായ മോളല്ലേ, സ്വർഗത്തിലെ പെണ്ണുങ്ങളെ ലീഡറല്ലേ, അതുപോലത്തൊരു പെണ്ണ് ലോകത്ത് പറന്നിട്ടില്ല. ഹിയ ഉമ്മുമൻ ഹിയ ബിന്തുമൻ ഹിയ സൗജുമൻ. അതാരുടെ ഭാര്യയാണ്, അതാരുടെ ഉമ്മയാണ്, അതാരുടെ മോളാണ്. അങ്ങനെയുള്ള ഫാത്തിമാന്റെ മയ്യത്ത് കുളിപ്പിച്ചിട്ട് നിസ്കരിച്ചിട്ട് പള്ളിപ്പറമ്പിലെ ഖബറിലേക്ക് കൊണ്ടുവന്ന് വെച്ച് വെച്ചിട്ട് താഴേക്ക് താഴ്ത്തന് മിന്ന മൂടുകല്ല് വെച്ചിട്ട് മൂടുന്നതിന് മിന്ന മഹാനായ അബൂദർ റളിയല്ലാഹു അൻഹു ഖബറിന്റെ അവിടെ നിന്നിട്ട് ഒരു വിഷയം പറഞ്ഞ് ഖബറിട്ടൊരു വിഷയം ഒരു സഹാബി എന്ത്ര കൊന്തുണ്ട ഖബറ് ഈ മയ്യത്ത് ആർദ് കൊന്തുണ്ട്, ഇത് റസൂലുള്ളാഹിന്റെ മോളാണ്, അലിയാർ തങ്ങളെ ഭാര്യയാണ്, നല്ലവരിൽ നല്ലവരായ ഹസൻ ഹുസൈൻ തങ്ങന്മാരുടെ ഉമ്മയുടെ മയ്യത്താണ്. അതുകൊണ്ട് ഖബറെ തൊട്ടുപോകരുത്, അമർത്തിക്കളയരുത്, കൂട്ടിക്കളയരുത്, ഞെരുക്കിക്കളയരുത്, അമർത്തിക്കളയരുത്. ഏത് മനുഷ്യന്റെ മയ്യത്ത് കൊണ്ടുപോയിട്ട് ഖബറിൽ വെച്ചാലും ഖബർ അമർത്തും കേട്ടോ, അല്ലാഹ് കാക്കട്ടെ. ഇന്നലിൽ ഖബരി ആണ് മുസ്തഫായ റസൂലുള്ളാഹി പറഞ്ഞു, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്, ഇന്നലിൽ ഖബരി ലലഅത്തുൻ ലൗ നജാ മിൻ ലൗതത്തിൽ ഖബരി ലനജാ സഅദ് ഇബ്നു മുആദ്. ഖബറിനൊരു പിടുത്തമുണ്ട്, ഖബറിനൊരു അമർത്തലുണ്ട്. ഖബറിൽ വെച്ചപ്പോ ഖബർ കൂട്ടലുണ്ട്, ഞെരക്കലുണ്ട്. അല്ലാഹു ഞങ്ങളെ ഖബർ വിശാലമാക്കി തരട്ടെ. ഈ സഹാബി മയ്യത്തിനെ വെച്ചിട്ട് ഫാത്തിമ റളിയല്ലാഹു അൻഹാന്റെ മയ്യത്ത് അവിടെ കിടത്തിയിട്ട് ഖബറിട്ട് ചൊന്നങ്ങണ ഖബറ് ജാഗ്രത, ഇത് ഇന്നലെ കൊണ്ടു പുത്ത മയ്യത്തൊന്നും അല്ല, ഇതോടെ റായത്തിലുള്ള പെണ്ണുങ്ങൾ അങ്ങനത്തെ പെണ്ണുങ്ങല്ല, ഇത് റസൂലുള്ളാഹിന്റെ മുത്തുമോളാണ്, ഫാത്തിമയാണ്, ഫാത്തിമത്തു സഹറ. അതുകൊണ്ട് തൊട്ടുപോകരുത് എന്ന് പറഞ്ഞപ്പോ സുബ്ഹാനല്ലാഹ്, ഖബറിന്ന് കേട്ട വിളിയെന്തറിഞ്ഞ, ഖബറിന്റെ ഉള്ളിൽ നിന്ന് ഒരു കൂറ്റി കേട്ട് എന്തറിഞ്ഞ, എല്ലാരും കേട്ട ആ സൗണ്ട്, ആ ചെല്ലുന്ന പളക്ക എല്ലാരും കേട്ട്. എന്ത് കേട്ടറിയോ ഖബറിന്റെ ഉള്ളിൽ നിന്ന്? ആരെ ഉമ്മായെങ്കിലോ, ആരെ പെഞ്ഞായെങ്കിലോ, ആരെ മോളായെങ്കിലോ നന്റെ പള്ളല് പെറുമ്പോ ജാഗ്രത. നല്ലവളല്ലെങ്കിൽ, ഈമാനോട് ജീവിച്ചവളല്ലെങ്കിൽ, അനുസരണയോടെ വഴിപ്പെട്ടവളല്ലെങ്കിൽ, മാപ്പിളക്ക് വഴിപ്പെട്ടവളല്ലെങ്കിൽ, മക്കളെ ചന്തത്തിൽ നോക്കിയവളല്ലെങ്കിൽ, അല്ലാഹുവിനെ പേടിച്ചവളല്ലെങ്കിൽ, ചങ്കിയും നാണവും ചങ്കിയും ഇല്ലാതെ ജീവിച്ചവളാണെങ്കിൽ നാണുപുടല, ആരെ ഉമ്മായിട്ടും ഗുണയില്ല, ആരെ പെഞ്ഞായെങ്ങും നക്ക് വിഷയല്ല. ഹബീബുൽ വറ റസൂലുള്ളാഹ്. ജാഗ്രത. ആണുങ്ങ ബാല്യക്കാർ മാത്രമുള്ള വാട്സപ്പ് ഗ്രൂപ്പില് ഞങ്ങളെ പങ്ങന്മാർ നിക്കോതീറ ഏടാവോതീറ 400 അസ്സലാമു അലൈക്കും ചൊന്നം കൊണ്ടല്ലേ ഫസ്റ്റ് വാലിക്കും സലാം ചൊല്ലേമേ അയ്മ എന്തേ എല്ലാരും ഉണ്ടേലും ഏടാക്കോ തീറ അന്യരല്ലേ. നിങ്ങൾ നോക്കൂല, ആണുങ്ങ നിസ്കരിക്കുമ്പോ പള്ളിയിലാട്ടോ പെറലാട്ടോ വാടാട്ട് ഇവിടെ മൈതാനിലെ ആട്ട് നിസ്കരിക്കുമ്പോ ആണുങ്ങൾക്ക് ബാങ്കും ഇക്കാമത്തും 2 സുന്നത്തുണ്ട്. ആണുങ്ങ ഒറ്റക്ക് നിസ്കരിക്കട്ട്, ജമാഅത്തായിട്ട് നിസ്കരിക്കട്ട്, പള്ളിയിലാട്ട് പറമ്പിലാട്ട് വാടയാട്ട് അങ്ങ് നിസ്കരിക്കുമ്പോ ബാങ്കും കൊടുക്കണോ, ഇക്കാമത്തും കൊടുക്കണോ. ഇനി കുറെ നിസ്കാരം ഉണ്ടെങ്കിൽ കള്ളാ വീട്ടല്ല കുറെ ചില ആൾമാർക്ക് അങ്ങ് ഫസ്റ്റത്തേക്ക് ബാങ്ക് ഇക്കാമത്തും കൊടുക്കണോ, പിന്നെ ഉള്ളൽക്കല്ല ഇക്കാമത്ത് കൊടുത്തെങ്കിൽ മയ്യാവൂ. ഏതു ആട്ടെ അങ്ങ് ബാങ്ക് ഇക്കാമത്ത് വേണ്ടേ തലാട്ടോറ് വേണോ. പെണ്ണുങ്ങൾക്ക് നോ, ഓൺലി ഇക്കാമത്ത്. അങ്ങനല്ലോ ഉസ്താദ്, ഓൺലി ഇക്കാമത്ത്. അവർക്ക് ബാങ്കില്ല, അവർക്ക് എല്ലാ നിസ്കാരത്തിനും ഇക്കാമത്ത് കൊടുത്തെങ്കിൽ മയ്യാവും. അതിന്റെ ബാങ്കില്ല. എന്റെ ബാങ്ക് അങ്ങ് ബണ്ടില്ലേ, ഇക്കാമത്ത് വന്ന പെണ്ണുങ്ങൾക്ക് ഞങ്ങളെ പെഞ്ഞായിക്ക് 2 ഉമ്മക്ക് ബാങ്ക് ബണ്ടില്ലേ. ഇക്കാമത്ത് കൊടുക്കുമ്പോ തെറിക്കാത്ത കൊബള് ബാങ്ക് കൊടുക്കുമ്പോ തെറിക്കുവാ. പിന്നെന്തേ ബാങ്ക് വേണ്ട? ബാങ്കിന്റെ ഒരു ഷർത്ത് ഒരു ഇതെന്തുണ്ട്, ആ ബാങ്കിന്റെ ഒരു എന്തു പറഞ്ഞ ബാങ്കിന്റെ ഒരു ചേല്, അതിന്റെ ഒരു സുന്നത്ത്, ബാങ്കത്തിൽ സൗണ്ട് എടുത്തിട്ട് കൊടുക്കണ വിഷയം. അത് കണക്കുണ മന്ത്രിക്കണായ വിഷയം അല്ല, ആയത്തുൽ കുർസി ഓതുന്നത് അല്ലത്.
അതെല്ലാം സൗണ്ട് എടുത്തിട്ട് കേൾക്കണം, അവൻ്റെ തടി കേൾക്കണം. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. പിന്നെ എല്ലാം കേൾക്കും, എല്ലാവർക്കും കേൾക്കണമെങ്കിൽ മൈക്ക് വെച്ചല്ലോ അവിടെ. ഇനി സ്വന്തം കൊടുക്കുന്ന സ്വന്തം തടി കേൾക്കണം. അങ്ങനത്തെ സൗണ്ട് എടുത്തിട്ട് കൊടുക്കണ വിഷയ ബാങ്ക്. പക്ഷേ പെണ്ണുങ്ങ സൗണ്ട് എടുക്കുമ്പോ അപ്പുറം ആണുങ്ങ കേട്ടെങ്കിലാ ഉസ്താങ്ങ പള്ളിക്ക് പള്ളിയല്ലേ, പിന്നെ അവിടെ ആണുങ്ങില്ലല്ലേ, പള്ളി വിടൂ, ഔത്രം ഉണ്ടല്ലേ വേറെ ആണുങ്ങ. മൂത്തോള മാപ്പിള ഇല്ലേ, നിക്കാറമോ അവൻ അന്യനാണ്. മംഗല വിളിക്ക വന്ന യൂസുഫിന്റെ മോവില്ല അവിടെ. നീ എവിടെ ഇക്കാമത്ത് കൊടുക്കുമ്പോ ബാങ്കും കൊടുത്തെങ്കിൽ എന്താവും, യൂസുഫ് കേക്കൂ നിന്റെ സൗണ്ടും ഔറത്താണ്. അൽ മർഅതു കുല്ലുഹാ ഔറ. എന്തേത് ഇത്ര ജാഗ്രത ആക്കിയ? നീ പൊന്നാണ് മോള്, നീ മുത്താണ് മോള്, നീ ലോകത്ത് വില കെട്ടാൻ കഴിയാത്ത സ്വത്താണ് മോള്. അതുകൊണ്ട് നിന്നെ ജാഗ്രതയിൽ ഇസ്ലാം വെച്ചു. വില ഉള്ള സാധനത്തിന് അങ്ങനെ വെക്കണ്ടേ? അത് ഓളെ കെട്ടിയിട്ട് ലോക്കാക്കിയതല്ല, ഓളെ ബുർക്കന്റെ ഉള്ളിൽ ബന്ധാക്കിയതല്ല. അങ്ങനെ ചില ആൾമാർ ചെന്നോണ്ടുള്ളാറ് മുസ്ലിം മഹിളയൊരു ബുർക്കതൊളകെ ഉള്ളനെ കൊണ്ട് ജാഗ്രതയിലുള്ളാറ്. അതുകൊണ്ടുണ്ട് എനിക്ക് വിഷയ ബുർക്കെല്ലാം ഊരിട്ട് നടന്നങ്ങ പോയറാ തുള്ളിയിട്ട് 4 കാണ്ടത് റെയിലിന്റെ ട്രാക്കിൽ കണ്ടല്ലേ ഞങ്ങ. അല്ല ഞങ്ങളെ ഉമ്മപങ്ങന്മാരെ കാക്കട്ടെ. അത് ഞങ്ങളെ ജയിലിലിട്ടതല്ല, ഞങ്ങളെ സ്വാതന്ത്ര്യം ഇല്ലാണ്ടാക്കിയതല്ല. അങ്ങ് വലിയ സ്വത്തു, അങ്ങ് വലിയ അല്ലാഹു തആലക്ക് വേണ്ടപ്പെട്ട ആൾമാര്, അങ്ങ് വില കെട്ടാൻ കഴിയാത്ത അമൂല്യ സ്വത്തോ. അത് വെക്കന്റെ കോലത്തില്, വെക്കന്റെ ജാഗല്, വെക്കന്റെ സ്റ്റൈലില് വെക്കണോ. വില ഉള്ളോടെല്ലാം കൊണ്ടിട്ട് വെക്കാമാ 4 തേങ്ങ ഇട്ട് കൊപ്പറാവ് വേണായിട്ട് ജാലിൽ ഉണങ്ങിട്ടു ഇട്ടില്ലേ നിങ്ങ എന്തൊരു ഭാവം തേങ്ങ കാണാത്ത പോലെ ഇട്ടാറ് നോക്ക. ഔത്രോൾക്കുള്ള 4 ബള അത് ഇന്നലെ മളകി ചണ്ടിയായിரு. നിങ്ങൾ വരുന്ന ഫുള്ള് ജാലിൽ വെക്കാറ് ഉണന്നിട്ട് ഉണങ്ങോ പൊന്നിര ബല എന്തേ അതിലേക്ക് ബലമുണ്ട്. നിങ്ങൾ വെച്ചിറങ്ങ് ഒരു സമയത്ത് പൊന്നല്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് വിലയില്ല. രണ്ടിലൊന്നും അല്ലാണ്ട് പൊന്നായിട്ട് ആരും ജാലിലിടല. തുണി കടക്കല കള്ളരോടെ കൊണ്ടുപോയിട്ട് മാല വെക്കുവാറാ? ബിൽക്കുൽ വെക്കല. എന്തേ അതിന് ബലമുണ്ടു. അത് അമൂല്യ വസ്തു, അത് വിലമതിക്കാനാവാത്ത വസ്തു. അതങ്ങനെ പൊട്ടരുത്, അതങ്ങനെ കേടാവരുത്, അതങ്ങനെ വെക്കരുത്, അതങ്ങനെ എല്ലാരും കാണരുത്, അതങ്ങനെ വെയിൽ കൊള്ളരുത്, അതങ്ങനെ മഞ്ഞ് കൊള്ളരുത്. അതുപോലെയാണ് പെണ്ണ്. ഇസ്ലാമിലെ പെണ്ണ് അവളെ ലോകത്ത് ഏറ്റവും വിലപിടിപ്പുള്ളവളാണ്. ഹൽ മർഅതു സാലിഹ ഖാല റസൂലുള്ളാഹ്. മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മിഅ്റാജിന് പോയിട്ടാകുമ്പോ അല്ലാഹു തആലാനെ കണ്ടു, ലോകം കണ്ടു, ആകാശം കണ്ടു, സ്വർഗം കണ്ടു, നരകം കണ്ടു. അത്ലഅതു വന്നാറ